السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ ബാബു തഹ്രീമിൻ നളരി ഇലൽ മർഅത്തിൽ അജ്നബിയ്യ വൽ അംറദിൽ ഹസൻ ലിഗൈരി ഹാജത്തിൻ ശർഇയ്യത്തിൻ. ഈ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിവെച്ചത്. നിഷിദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണല്ലോ ഈ അധ്യായങ്ങളിലൂടെ. അന്യസ്ത്രീയെ നോക്കൽ, അതുപോലെ തന്നെ താടിയും രോമവുമൊന്നും മുളക്കാത്ത പ്രായത്തിലുള്ള കുട്ടികളെ, സുന്ദരന്മാരായ കുട്ടികളെ, ആൺകുട്ടികളെ നോക്കൽ പോലും ശർഈയായ കാരണങ്ങളുണ്ടെങ്കിലല്ലാതെ നിഷിദ്ധമാണ് എന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. അത് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ 3 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ദൃഷ്ടി നിയന്ത്രണം കൊണ്ടുള്ള ഫലങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ആ 3 ആയത്തുകളിലും നമ്മൾ കണ്ണുകളെ താഴ്ത്തണം, വിഹിതമായതിലേക്ക് വിശ്വാസി നോക്കാൻ പാടുള്ളൂ, അവിഹിതമായത് നോക്കി ആനന്ദിക്കരുത്, അങ്ങനെ കണ്ണുകളെ സ്വതന്ത്രമാക്കി വിടരുത്, കണ്ണുകളെ നിയന്ത്രിക്കണം, ദൃഷ്ടികളെ നിയന്ത്രിക്കണം. ഇതിൻ്റെ മഹത്വമായിരുന്നു കഴിഞ്ഞ 3 ആയത്തുകളെയും വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയുവാനുള്ളത്. ശേഷം അത് സംബന്ധമായ ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുമുണ്ട്. ദൃഷ്ടി നിയന്ത്രിക്കുന്നതിലൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ഫായിദകൾ, നമ്മൾ കണ്ണുകളെ നിയന്ത്രിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കുവാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ എന്താണ്. ഇന്ന് വലിയൊരു വിഷയമാണത്. പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. പക്ഷേ പ്രായോഗികമായി ആളുകൾക്ക് കണ്ണ് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റോട്ടിലോ വഴിയിലോ ഒരു സ്ത്രീയെ അന്യ സ്ത്രീയെ നോക്കുന്ന കാലത്തിനേക്കാളും അപ്പുറം ഇന്നിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈമാൻ വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആരാരും നമ്മെ കാണാത്ത നമ്മുടേതായ സ്വകാര്യതകളിൽ മനുഷ്യൻ അവൻ്റെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് വിധത്തിൽ എനിക്കൊരു അന്യ സ്ത്രീയെ ഔറത്ത് കണ്ട് രസിക്കണമോ അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ, എനിക്ക് ക്രിയേറ്റ് ചെയ്യണമോ അത് ക്രിയേറ്റ് ചെയ്യുവാനുമുള്ള സംവിധാനങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു സ്ത്രീ ശരീരമാക്കി തീർക്കുവാനുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ ഈ AI യുഗത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പടച്ചവനെ പേടിയും ഈമാനും തഖ്വയും ഉണ്ടെങ്കിലല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തിഹാമ പർവ്വതത്തോളം വലിയ സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ പരലോകത്ത് വരും, പക്ഷേ വിചാരണ കഴിഞ്ഞ് നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും. വൻ മലയുടെ തുല്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പരലോകത്ത് എത്താഞ്ഞിട്ടല്ല,
പക്ഷേ അവിടെ അള്ളാഹു അതിൻ്റെ ലിസ്റ്റിൽ നമ്മളെ ഒഴിവാക്കിയിരിക്കുന്നു. എന്തേ കാരണമായത്? സഹാബത്ത് വളരെ ഗൗരവത്തോടുകൂടെ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അത്രയും ഒരു പർവ്വത സമാനമായ സൽക്കർമ്മങ്ങളുമായി മഹ്ശറിൽ എത്തിയിട്ട് ആ മനുഷ്യൻ നരകാഗ്നിയിൽ പോകുവാൻ എന്താണ് നിമിത്തമാകുന്നത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്തായിരുന്നു? അവൻ ഒറ്റക്കായി കഴിഞ്ഞാൽ, അവൻ ഏകനായി കഴിഞ്ഞാൽ, അവൻ്റെ പ്രൈവസി അവന് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നിഷിദ്ധമാക്കിയത് കാണലും രസിക്കലുമായിരുന്നു അവൻ്റെ പതിവ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇല്ലാ മർ റഹിമല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹവും തൗഫീഖും കിട്ടിയാലല്ലാതെ നമുക്ക് നമ്മുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കാനാവില്ല എന്ന്. അത്രത്തോളം നമ്മളൊരു പരിപാടി, ഒരു നല്ല പരിപാടി എടുത്ത് കാണുമ്പോഴേക്ക് പൊങ്ങി വരും അടുത്തത്. എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറയുന്നത്, നിസ്സഹായരാണ് നമ്മൾ ഒരു വേള. നമുക്കിതൊന്നും ഒഴിവാക്കാൻ പറ്റുമോ? നമുക്ക് സമൂഹത്തോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇൻ്റർനെറ്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ യൂട്യൂബിലേക്ക് കയറരുത്, നിങ്ങൾ ഈ FBയിൽ ഒരിക്കലും ഇടപെടരുത് എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. നമുക്ക് സാധിക്കുമോ? ആർക്കാന്നത് സാധിക്കുക? ഒരാൾക്കും സാധിക്കില്ല. പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്, പക്ഷെ സാധിക്കില്ല. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നിസ്സഹായതയും നമ്മുടെ ഏറ്റവും വല്ലാത്തൊരു പരീക്ഷണവും. ഓരോ നല്ലതിൻ്റെയും താഴെ ഒരു നല്ലതുണ്ടെങ്കിൽ അത് കണ്ടു തീരുന്നതിനിടയ്ക്കൊരു 10 ഏറ്റവും വൃത്തികെട്ടത് കയറി വരും. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ആമുഖം ഞാൻ സൂചിപ്പിക്കുന്നതിനാണ്, എന്നെയും നിങ്ങളെയും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഫായിദകൾ, അതിന് നമ്മെ സഹായിക്കുന്ന, നമ്മിലുണ്ടായിരിക്കേണ്ടുന്ന ചില സൽഗുണങ്ങൾ, ഇത് മാത്രമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, തഖ്ലീസുൽ ഖൽബി മിൻ അലമിൽ ഹസറ. ഒരു മനുഷ്യൻ അവൻ്റെ കണ്ണുകളെ ഒരു ഹറാമായ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടാവുന്ന ഒന്നാമത്തെ ഗുണം, അവൻ്റെ ഹൃദയം സങ്കടവേദനയിൽ നിന്ന് ഒഴിവാക്കുവാൻ അവന് സാധിക്കും. മാനസികമായി മനുഷ്യൻ വല്ലാതെ വേദനിക്കുന്നതാണ്, അവന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും. കാരണം ഫഇന്ന മൻ അത്ലഖ നളറഹു, ഒരാൾ തൻ്റെ ദൃഷ്ടിയെ അഴിച്ച് സ്വതന്ത്രമായി വിട്ടാൽ ദാമത്ത് ഹസറതുഹു, അവൻ എന്നും നിത്യവും ഒരു ടെൻഷനിലായിരിക്കും. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? അതിനുള്ള കാരണം, മനുഷ്യൻ കാണുന്നു, പലതും കാണുന്നു, കാണുന്നതൊന്നും അവനിട്ട് കിട്ടൂല. മനസ്സിൽ കാണുന്നതോടുകൂടി മനുഷ്യനൊരു മോഹമായി. ഇത് മനുഷ്യനല്ലേ, അതുകൊണ്ടാണല്ലോ അള്ളാഹ് കണ്ണ് താത്താൻ പറഞ്ഞതും. എന്താ കണ്ണ് താഴ്ത്താതെ അഴിച്ചു വിട്ടാലുള്ള കുഴപ്പം? ഞാൻ കാണുന്നത് എനിക്ക് കിട്ടൂല, അതിൻ്റെ ഫുള്ളും കിട്ടൂല, തീരെയും കിട്ടൂല, എനിക്കൊട്ട് കിട്ടൂല, അത് അനുവദനീയമല്ല. പക്ഷെ ഞാനിത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുകയാണ്. എനിക്കങ്ങനെ ഇല്ലല്ലോ, എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ലീൻ അങ്ങനെ ഇല്ലല്ലോ. ഈ വിധത്തിൽ മനുഷ്യൻ അവൻ്റെ മനസ്സിലൊരു പ്രത്യേകമായ, എന്താ മനുഷ്യ രോഗങ്ങളിൽ ഏറ്റവും വലിയ രോഗമായിട്ട് ഇഷ്ക്, കാമം, പ്രേമം, അനുരാഗം ഒക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ സൈക്കോളജി ഡോക്ടർമാരുടെ അടുക്കൽ എത്തുന്ന സൈക്കോ രോഗികളായ ആളുകൾ, നിങ്ങൾ ആ ആളുകളോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ. എല്ലാവരുടെയും മിക്ക വിഷയം എന്താണ്? അഫയറുകളാണ്, പ്രണയം. അതൊരു വല്ലാത്ത അസുഖമാണ്. അത് മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ ദിനേന ടെൻഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന് ആഗ്രഹിക്കുന്നു പലതും, പക്ഷെ ആഗ്രഹിക്കുന്നതൊന്നും കയ്യെത്തുന്ന ദൂരത്തുള്ളതല്ല, അവന് കിട്ടൂല. എന്നാലോ അവൻ്റെ മനസ്സിൽ ഈ സങ്കടം ഇങ്ങനെ കൂടുതലായിട്ട് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പദ്യം കേൾപ്പിച്ചിരുന്നു, വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ എത്തുന്നതിൻ്റെ 6 കാര്യങ്ങൾ. അതല്ല, ഞാൻ ഇന്ന് പറയുന്നത് മറ്റൊരു വരിയാണ്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നളിരി ഫമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി. കുല്ലുൽ ഹവാദിസി, എല്ലാ അപകടങ്ങൾക്കും കാരണമാകുന്നത് മബ്ദാഹ, അതിൻ്റെ തുടക്കം മിനൻ നളിരി, നോട്ടത്തിൽ നിന്നാണ്. നോട്ടമാണ് എല്ലാത്തിൻ്റെയും അപകടത്തിൻ്റെ ഒന്നാമത്തെ കാരണം. എന്നിട്ട് അതിനെ ഉപമിച്ചതെന്തിനോടാണ്? മുഅ്ളമുന്നാരി, വൻ തീപിടുത്തങ്ങൾക്ക് കാരണമാകാറുള്ളത് എന്താണ്? മിൻ മുസ്തസ്ഗരി ശറരി,
ഒരു ചെറിയൊരു സ്പാർക്കാണ്. ഒരു ചെറിയ സ്പാർക്കിൽ നിന്നാണ് ഒരു വൻ തീപിടുത്തം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒരു സ്പാർക്കാണ് ഒരു നോട്ടം. ആ നോട്ടത്തിലൂടെ നമ്മുടെ മനസ്സിൽ ചില ആശകളായി, ചില കൊതിയായി, ചില അനാവശ്യമായ ചിന്തകൾ മുളക്കാൻ തുടങ്ങി. പിന്നെ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് കാരണമായി തീർന്നത് അവൻ്റെ ഈ നോട്ടമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? നിൻ്റെ ദൃഷ്ടി നിനക്ക് പാടില്ലാത്ത ഒന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് യാദൃച്ഛികമായിട്ടങ്ങനെ സംഭവിച്ചേക്കും. നീ അതിനെ തുടർന്ന് നോക്കരുത്. കാരണം ഒന്നാമത്തത് നീ അറിയാതെ നിൻ്റെ മുമ്പിൽ പെട്ടുപോയതാണ്, അറിയാതെ സംഭവിച്ചതാണ്. രണ്ടാമത്തത് മനഃപൂർവ്വമാണ്, അത് ശൈത്താനിൽ നിന്നുള്ളതാണ് രണ്ടാമത്തെ നോട്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല സന്തോഷമായിരിക്കാൻ, മൂഡ് ഓഫ് ആകാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ കാര്യമാണ് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കൽ. ഞാൻ ചുരുക്കി പറയാണ് ചില കാര്യങ്ങൾ. രണ്ടാമത്തെ ഫായിദ, നമ്മൾ ദൃഷ്ടി നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന രണ്ടാമത്തെ ഫായിദ, അന്നഹു യൂരിസുൽ ഖൽബ നൂറൻ വൈശ്റാഖൻ, അവൻ്റെ മനസ്സിൽ നല്ല ഒരു വെളിച്ചം അള്ളാഹു പ്രദാനം ചെയ്യും. അതവൻ്റെ കണ്ണിലും അവൻ്റെ മുഖത്തും അവൻ്റെ സർവ്വ അവയവങ്ങളിലും അത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൂറുസ്സമാവാതി വൽ അർളി എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തൊട്ട് മുമ്പാണ് എന്ത് പറഞ്ഞത്? ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, ദൃഷ്ടികൾ താഴ്ത്തുന്ന കാര്യം പറഞ്ഞത്. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഹബത്താകുന്ന നൂറ് എടുത്തു കളയാൻ ഈ അനാവശ്യമായ നോട്ടങ്ങൾ കാരണമാകും. അതുകൊണ്ട് അനാവശ്യമായ നോട്ടത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിച്ചാൽ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യേകം അവനോടുള്ള മഹബത്ത് പ്രകടമാകുന്ന നിലക്കുള്ള നൂറ് നിക്ഷേപിക്കും. ആ നൂറ് നഷ്ടപ്പെടലായിരിക്കും നമ്മൾ കണ്ണുകളെ അഴിച്ചുവിട്ടാൽ ഉണ്ടാകുന്ന അപകടം. മൂന്നാമത്തെ ഫായിദ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇൽമിൻ്റെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും ദൃഷ്ടികളെ നിയന്ത്രിച്ചാൽ. കാരണം ഒരു മനുഷ്യ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകേണ്ടുന്നത് ഇൽമ് എന്ന് പറയുന്നതിനെ ഉപമിച്ചത് മഹാനായ ഷാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ ഇമാം വക്കീഅ് റഹിമഹുല്ലാ, ഷാഫി ഇമാമിൻ്റെ ഉസ്താദായിരുന്നു വക്കീഅ്. ആ ഇമാം വക്കീഅ് റഹിമഹുല്ലയുടെ അടുക്കൽ ഇമാം ഷാഫിഈ, നമുക്കറിയാം ഇമാം ഷാഫിയുടെ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. ചെറുപ്പം നിലയെ ഖുർആൻ മുഴുവൻ ഹാഫിളായ ഒരു വിദ്യാർത്ഥി. ജീവിതത്തിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് പഠിച്ചത് മനസ്സിൽ പലപ്പോഴും ആവശ്യമുള്ള സമയത്ത് ഓർമ്മ വരാത്ത, മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടോ എന്ന് തോന്നൽ. ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅഅലമനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇത് ഷാഫി ഇമാമിൻ്റെ പദ്യ. ഷാഫി ഇമാം പറയണേ, ഞാൻ എൻ്റെ ഉസ്താദായ വക്കീഅ് റഹിമഹുല്ലയോട് പോയിട്ട് പരാതി പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഹിഫ്ളാക്കിയത് മനസ്സിൽ നിൽക്കുന്നില്ല, പലതും മറന്നു പോവുകയാണ് എന്ന്. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ നിർദ്ദേശം എന്താണ്? ഫഅർശദനി ഇലാ തർക്കിൽ മആസി, മോനെ അള്ളാഹുവിന് എതിരുള്ളൊരു പ്രവർത്തനങ്ങളും മോന് ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എന്നിട്ട് ശേഷം എന്താ ഉപദേശിച്ചു കൊടുത്തത്? വഅഅലമനി, എന്നെ അറിയിച്ചു തന്നു, ബി അന്നൽ ഇൽമ നൂറുൻ, അറിവ് എന്ന് പറയുന്നത്, ശർഈയായ അറിവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു പ്രകാശമാണ്. വനൂറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ പ്രകാശം ലാ യുഅതാ ലിആസി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു തെമ്മാടിയുടെ കൽബിൽ അത് അള്ളാഹ് കൊടുക്കൂല, രണ്ടും കൂടി നിലനിൽക്കൂല, നൂറ് പോയി പോകും. അതുകൊണ്ട് ഇൽമ് കിട്ടണോ, ഇൽമ് കിട്ടേണ്ടവർ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. അത് സൂറത്ത് വളരെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അള്ളാഹ് നിങ്ങളെ പഠിപ്പിക്കും. അള്ളാഹ് നമ്മളെ പഠിപ്പിക്കും. അള്ളാഹു നമുക്ക് ഇൽമ് തരണം എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണെന്ത്? തഖ്വ വേണം ജീവിതത്തിൽ. അഥവാ നമ്മൾ പഠിച്ചതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു, പിന്നെ പഠിച്ചതൊക്കെ മറന്നുപോകും, ജീവിതത്തിൽ ബന്ധമുണ്ടാവില്ല.
അങ്ങനെ 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 നമ്മളെ കൽബിൽ നിന്ന് ഈ സാധനം ആ നൂറങ്ങ് കെട്ടുപോകും. അതുകൊണ്ട് ആ നൂറ് നിലനിർത്തുവാൻ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യം, കാരണം എല്ലാ അപകടവും തുടക്കതാണ് ഈ നോട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ നോട്ടം നിയന്ത്രിക്കണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, അന്നഹു യൂരിസു ഖുവ്വത്തൽ ഖൽബി വസബാതഹു വശജാഅതഹു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇതിലൂടെ അള്ളാഹു നല്ല മനക്കരുത്ത് പ്രദാനം ചെയ്യും, ധൈര്യം പ്രദാനം ചെയ്യും. കാരണം ഇന്നല്ലദീ യുഖാലിഫു ഹവാഹു, തൻ്റെ ദേഹേച്ഛയ്ക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് ശൈത്താൻ വിരണ്ടോടും. അവൻ്റെ അടുക്കൽ ശൈത്താന് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് നല്ല ഈമാനികമായ കരുത്ത് നേടുവാൻ സാധിക്കും നമ്മുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കുന്നതിലൂടെ. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും നല്ല സന്തോഷമുണ്ടാകും. അത് അവൻ്റെ ഹൃദയത്തിൽ നല്ല സന്തോഷം, സമാധാനം. നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ മനസ്സെപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും. മനസ്സിലിങ്ങനെ പലതും കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടാവില്ല. കാരണം അവന് കിട്ടാത്തതിലേക്ക് അവൻ നോക്കണില്ല എന്ന്. ആദ്യം തന്നെ അത് കാണുന്നില്ല, കണ്ടാലല്ലേ ഇപ്പം ഈ കിട്ടാത്ത സങ്കടമുള്ളൂ. അതുകൊണ്ട് അവൻ്റെ മനസ്സിന് നല്ല എന്താണ്, അവൻ്റെ മനസ്സിന് നല്ല ആശ്വാസമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയും, അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തിന് ഇറങ്ങുമ്പോൾ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബി ഇശ്റഹ് ലീ സദ്രി. എൻ്റെ ഹൃദയത്തിന് നല്ല വിശാലത, മാനസികമായി നല്ല കരുത്ത്, അതൊക്കെ ഒരു മനുഷ്യനോട് ഉണ്ടാക്കി തീർക്കാൻ ഇത് വളരെ അനിവാര്യമാണ് എന്ന്. അപ്പോൾ ഇത് ഓരോ ഗുണങ്ങൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇതിനെതിര് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്തിലേക്ക് നമ്മുടെ കൽബ് പോകും. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനെ അത് നരകാഗ്നിയിൽ നിന്ന് തടയും. നമുക്കറിയാം, അബുവാബു ജഹന്നം, നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന പ്രവർത്തനമാണ് വ്യഭിചാരം, അനാവശ്യമായ നോട്ടങ്ങൾ. ഹദീസുകളിലേക്ക് എത്തുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വ്യഭിചാരത്തിൽ വഹിക്കുന്ന പങ്ക് എത്രയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാനുള്ള ഹദീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്, മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന കവാടങ്ങളെ ഇത് അടച്ചു കളയും. അതിനെന്ത് വേണം? ദൃഷ്ടിയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഉപമിച്ചത് ഫന്നളറതു കഅസും മിൻ ഖംറിൻ എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ആദ്യത്തെ കോപ്പയാണ് ഒരു നോട്ടത്തെ ഉപമിച്ചത്. ഒരു മനുഷ്യൻ മദ്യപാനിയല്ലാത്തൊരു വ്യക്തി ഒരു കാര്യത്തിന് അഡിക്റ്റ് ആവുക എന്തായിരിക്കും തുടക്കത്തിലെ ഒരു കപ്പ്, ഒരു ഗ്ലാസ് ഒന്ന് രുചിച്ചു നോക്കിയതാണ്, ഒരു പുക ഊതി നോക്കിയതാണ്. അവനാണ് പിന്നെ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അഡിക്റ്റായി മാറിയത്. കൂട്ടുകാരി നിർബന്ധിച്ചപ്പോൾ വെറുതെ ഒരു കവിളിൽ ഇറക്കി നോക്കടാ, ഇതിൻ്റെ സുഖം നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒരു കവിൾ കുടിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഒരു പുകച്ചുരുൾ അവനെ കൊണ്ട് വലിപ്പിച്ച് ഊതി വിടിയിച്ചതാണ്. ജസ്റ്റ് നാവിലിൻ്റെ അടിയിൽ ഈ സ്റ്റാമ്പൊന്ന് ഒട്ടിക്കടാ, പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയ്ക്കിതാ ഒരു സാധനം തരാം, ഇതൊന്ന് നീ ഒന്ന് തിരികെ വെച്ച് നോക്ക്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നിൻ്റെ എല്ലാ ടെൻഷനും പമ്പ കിടക്കും. ഒരു ചെറിയ തുടക്കമാണ് ഒരു വലിയ അബദ്ധത്തിലേക്ക് മനുഷ്യനെ ചെന്ന് ഇതിനോടാണ് ഉപമിച്ചത് ഒരു നോട്ടം. എനിക്ക് നോക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അനാവശ്യമായി ഞാൻ ഒരു നോട്ടം നോക്കുന്നതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അവിടെയാണ് തുടക്കം. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അപ്പം തുടക്കം എല്ലാത്തിൻ്റെയും, ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാ അപകടങ്ങൾക്കും നിമിത്തമാകുന്ന ഫസ്റ്റ് ഡോറാണ് ഈ അനാവശ്യമായ നോട്ടം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെച്ച് ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ പുറത്തിറങ്ങുമ്പോഴും നമ്മൾ നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മൾ ശ്രമിക്കലല്ലാത്ത യാതൊരു മാർഗവും ഇതിനില്ല. ഇനി ദൃഷ്ടി നിയന്ത്രണത്തിന് സഹായകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ കണ്ണിന് ദൃഷ്ടിയെ നിയന്ത്രിച്ചാലുള്ള ഫലങ്ങളാണ് അപ്പോൾ നമ്മൾ കേട്ടത് ചുരുങ്ങിയ നിലക്ക്. ഇനി എന്താണ് റബ്ബേ ഇതിനുള്ള മാർഗം? അതാ കുറച്ച് പ്രധാനമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് വലിയ തൗഫീഖാണ്. സൂറത്ത് യൂസുഫിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. വമാ ഉബരിഉ നഫ്സി, എന്നെ ഞാൻ ഒഴിവാക്കുന്നില്ല,
കാരണം ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂഇ, മനുഷ്യ മനസ്സ് തിന്മകൾക്ക് പ്രചോദനം നൽകുന്നത് തന്നെയാണ്. നമ്മുടെ മനസ്സ്, ആരും കാണാത്ത നമ്മുടെ ഒരു സ്വകാര്യതയിൽ അപാരമായ തൗഫീഖുണ്ടെങ്കിലല്ലാതെ ആ സൂഇൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ? ഒന്ന്, ഇസ്തിഹ്ലാറു ഇത്തിലാഇല്ലാഹി അലൈക്, അല്ലാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത. ഒരു ഹറാമായ കാര്യത്തിലേക്ക് നിൻ്റെ കണ്ണ് പോകുമ്പോൾ നീ നിൻ്റെ മനസ്സിനോട് പറയണം, നീ ഒറ്റക്കല്ല നോക്കുന്നത്, റഹ്മാനായ റബ്ബ് നിന്നെ കാണുന്നുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വീട്ടിൽ മക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോ ആവട്ടെ, ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി ഭർത്താവ്, ഭർത്താവ് അറിയാതിരിക്കാൻ വേണ്ടി ഭാര്യ, വാപ്പ അറിയാതിരിക്കാൻ വേണ്ടി മക്കൾ അറിയാതിരിക്കാൻ വേണ്ടി വാപ്പ റൂം വാതിലടച്ച് ഫാനൊക്കെ നല്ല സ്പീഡിൽ കറക്കി വാതിലൊക്കെ അടച്ച് ഒക്കെ പുറത്തേക്കൊന്നും അറിയാതെ അവൻ്റെ സ്വകാര്യതകളിൽ അവൻ പലതും കാണും, ആസ്വദിക്കും. പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു, യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണുകളുടെ കട്ടുനോട്ടം പോലും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതും അള്ളാഹു അറിയുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കലല്ലാത്ത മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ അവസരം കിട്ടിയാൽ എല്ലാവരും ഇതിൽ വീണുപോകും. എനിക്കിപ്പോൾ നല്ല സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിക്കണതൊക്കെ എനിക്ക് കാണാം, കേൾക്കാം, ആരും എന്നെ കാണാനില്ല, പഴിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല എന്ന് വരുമ്പോൾ ഞാൻ എന്നെ പഠിപ്പിക്കുകയാണ്. ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും പറയരുത് ഞാൻ ഇപ്പോൾ ഒറ്റക്കാണെന്ന് നീ പറയരുത്. വലാകിൻ ഖുൽ, നീ നിന്റെ മനസ്സിനോട് പറയണമെന്ത്? അലയ്യ റഖീബു, അല്ലണ്ട്, നിരീക്ഷകനായിട്ട് അല്ലണ്ട്. ആരുടെ കണ്ണ് വെട്ടിച്ചും എനിക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടും ഇതിൽ നോക്കിയിട്ടും രസിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ എനിക്ക് ചെയ്യാം, എന്തും ചെയ്യാം. അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ഇതാണ് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തത്, അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. റഹ്മാനായ റബ്ബേ, നിനക്ക് പൊരുത്തമില്ലാത്തതിലേക്ക് ഈ കണ്ണുകൊണ്ട് ഞാൻ നോക്കരുതേ. ഇത് നമ്മുടെ സ്ഥിര പ്രാർത്ഥനയിലുണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. 5 കാര്യങ്ങൾ. ഈ 5ഉം മനുഷ്യനിൽ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ ശർരി സംഇ, എൻ്റെ കാതിൻ്റെ ഷെറിൽ നിന്ന്, കാതുകൊണ്ട് എന്തൊക്കെ തിന്മകളുണ്ടാകുമോ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ശർരി ബസരി, എൻ്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്. വമിൻ ശർരി ലിസാനി, എൻ്റെ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്. വമിൻ ശർരി ഖൽബി, എൻ്റെ ചിന്തയിൽ എൻ്റെ ഹൃദയം കൊണ്ടുണ്ടാകുന്ന തിന്മയിൽ നിന്ന്. വമിൻ ശർരി മനിയി, എൻ്റെ ലൈംഗികാവയവം കൊണ്ടുണ്ടാകുന്ന ഷെറിൽ നിന്ന്. മനിയ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബീജമാണ്, സ്പേം, ശുക്ലം, അതാണ് മനിയ്. നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ് മനിയ്. അതെന്തിനോടാ പറയുന്നത്? അതാ വ്യംഗ്യമായി പറഞ്ഞതാണ്. മനുഷ്യൻ്റെ ലൈംഗികമായ പാപമാണ് ഉദ്ദേശിക്കുന്നത്. ഈ 5 നിലക്കുമുള്ളതില്ലെന്ന് അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. തഖ്വ ചോദിക്കുന്നു, ഹുദ ചോദിക്കുന്നു, വൽ അഫാഫ, അഫാഫ് ജീവിത വിശുദ്ധി, ഇഫ്ഫത്ത്, അരുതായ്മകളിലേക്ക് നോക്കാതിരിക്കുവാനുള്ള ഒരു കൺട്രോളുള്ളൊരു മനസ്സ് എനിക്ക് തരണേ. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. റബ്ബേ, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രഭാത പ്രദോഷങ്ങളിലെ പ്രാർത്ഥനകളിലൊക്കെ അതിനോട് ഉപോത്ബലകമായ ധാരാളം ദുആകളുണ്ട് സഹോദരങ്ങളെ. ഞാൻ ആവർത്തിച്ച് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അദ്കാറുൽ സബാഹുകളും അദ്കാറുൽ മസാഹുകളും നമ്മുടെ ജീവിതത്തിലെ മറ്റു ദുആ ദിക്റുകളും ഒരൊറ്റ ദിവസം പോലും അത് ഒഴിവാക്കരുത്. ഏതെങ്കിലും ഒരു രാവിലെ നമുക്ക് ചൊല്ലാൻ അതിൻ്റെ സമയത്ത്, ഉത്തമമായ സമയത്ത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ വീട്ടണം അടുത്ത സമയത്ത്.
അടുത്ത സമയത്ത് നമ്മളത് വീട്ടണം. വൈകുന്നേരത്തുള്ളത് അതിൻ്റെ ഉത്തമ സമയത്ത് പറ്റിയില്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴെങ്കിലുമായിട്ട് നമ്മളത് ചൊല്ലണം. കാരണം അതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ, അത് നമ്മുടെ ഏറ്റവും വലിയ കാവലാണ്. അതുകൊണ്ട് ദുആ ഇതിൽ പ്രധാനമാണ്. രണ്ടാമത്തത്. മൂന്നാമത്തത്, നമുക്ക് കിട്ടിയ എല്ലാ നിഅമത്തുകളും അള്ളാഹു തന്നതാണ്. ആ നിഅമത്തുകൾക്ക് ഞാൻ ശുക്ർ ചെയ്യാൻ കടമപ്പെട്ടവനാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് കിട്ടിയ ഏത് നിഅമത്തുകളും അള്ളാഹ് തന്നതാണ്. അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ ബസർ. അതിന് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിന് പൊരുത്തമില്ലാത്തൊരു ഇടത്തേക്ക് എൻ്റെ കണ്ണ് കൊണ്ട് നോക്കാതെ ആ ദൃഷ്ടിയെ താഴ്ത്തിക്കൊണ്ടാണ് ഞാൻ എനിക്ക് റബ്ബൻ്റെ കണ്ണ് തന്നതിന് ശുക്ർ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ എന്താ വേണ്ടത്? എൻ്റെ കണ്ണ് അള്ളാഹ് തന്ന നിഅമത്താണ്, അതിനെതിരെ ഞാൻ ചെയ്യരുത്. നാലാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിന് കൃത്യമായ നിലക്ക് നമ്മൾ നല്ല ക്ഷമ പഠിപ്പിക്കണം. കാരണം ക്ഷമ ഇത് ക്ഷമിക്കാൻ കഴിയാത്തൊരു മേഖലയാണ്. നോക്കിപ്പോവും, പിന്നെയും നോക്കിപ്പോവും. അതുകൊണ്ട് നല്ല മനുഷ്യൻ അവൻ്റെ ദൃഷ്ടി നിയന്ത്രണം എന്നുള്ളത് ദിനേന പരിശീലിക്കണം എന്നുള്ളതാണ്. അതിനപാരമായ ക്ഷമ വേണം. അങ്ങനെ ദിനേന പരിശീലിച്ച് അതിൽ ഒരു മാനസികമായി തന്നെ കുറച്ച് പ്രയാസം സഹിച്ചുകൊണ്ട് നമ്മളത് ശീലിച്ചാൽ അള്ളാഹുവിൻ്റെ ഓഫറാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ കാര്യത്തിൽ പ്രയാസം സഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നേർവഴിയിലേക്ക് നമ്മൾ ദിശാബോധം നൽകുക തന്നെ ചെയ്യും. സൂറത്തുൽ അൻകബൂത്തിലെ 69 ആയത്താണ്. അഞ്ചാമത്തെ കാരണം, അഞ്ചാമതായി നമ്മൾ അതിന് സഹായകമാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഇജ്തിനാബുൽ അമാകിനില്ലത്തി. മനുഷ്യൻ ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാഴ്ചകൾ കാണുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം. വളരെ ആവശ്യമുണ്ടെങ്കിലേ നമ്മൾ പോകാവൂ. നമ്മുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കാനും നമുക്ക് സാധ്യമാകാത്ത നിലക്ക് അത്തരം കാഴ്ചകളുള്ള ഇടങ്ങളിലേക്ക് അനിവാര്യമാണെങ്കിലേ പോകാവൂ. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നു. വമിൻ ദാലിക ദിഹാബു ഇലൽ അസ്വാഖ്. മാർക്കറ്റുകളിലേക്ക്, ചന്തകളിലേക്ക്, മാളുകളിലേക്ക്, അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകാവൂ. കാരണം അത്തരം ചന്തകളും തുറന്നു കിടക്കുന്ന ഇടങ്ങളൊന്നും എല്ലാവരും ഈ നിയമം പാലിക്കുന്നവരല്ല. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ്. ഈ ലോകം എന്ന് പറയുന്നത് ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുള്ള ലോകമാണ്. ഇവിടെ അരുതായ്മകൾ ബാധകമാവാത്ത, ഞങ്ങൾക്കത് ബാധകമല്ലെന്ന് പറയുന്ന ആളുകൾ ഇവിടെ ലോകത്തെമ്പാടുമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള വേഷത്തിലും രീതിയിലുമാണ് പുറത്തിറങ്ങുക. അതിനെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വിശ്വാസിക്ക് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അത്തരം ചാൻസുകളുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. മാത്രമല്ല വൽ ജുലൂസ് ഫി തുറഖാത്ത്, അതിന് സാധ്യതയുള്ള ഇടങ്ങളിൽ നിങ്ങൾ പോയി ഇരിക്കുകയും ചെയ്യരുത്. ആ ഹദീസ് നമുക്ക് വരുമ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നാൽക്കവലകളിൽ പോയി ഇരിക്കരുത്. അവിടെ ആളുകൾ പലരും പോവും പറയും. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഹദീസ് അത് വരുന്നിടത്ത് ഞാൻ വിശദീകരിക്കുന്നത് കൊണ്ട് പോയിന്റുകൾ മാത്രം പറഞ്ഞ് പോവുകയാണ്. മറ്റൊന്ന്, ആറാമത്തൊരു കാര്യം നീ മനസ്സിലാക്കണമെന്ത്? നമ്മൾ മനസ്സിലാക്കണം, നമുക്കിതിൽ ചോയ്സ് ഇല്ല. ഈ വിഷയത്തിൽ നമുക്ക് ചോയ്സ് ഇല്ലാത്തൊരു കാര്യമാണ്. എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് നോക്കണമെന്നല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കണമെന്നല്ല, എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, അതൊന്നും നമ്മൾ പറയണ്ട. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ആരോടാ? വഖുല്ലിൽ ഫാസിഖീന എന്നല്ല. ആ പോയിന്റ് പണ്ഡിതന്മാർ പറഞ്ഞ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. വഖുല്ലിൽ ഫാസിഖീന അല്ലെങ്കിൽ വഖുല്ലിൽ ഫാസിഖാത്തീൻ ഒന്നുമല്ല പറഞ്ഞത്. തെമ്മാടികളായ പുരുഷന്മാരോട് പറയൂ, തെമ്മാടിനികളായ സ്ത്രീകളോട് പറയൂ നിങ്ങൾ കണ്ണ് താഴ്ത്തണം. പിന്നെന്താ പറഞ്ഞത്? വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിം. ഈമാനുള്ള മുഅ്മിനീങ്ങളോടാ പറയണത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതാരും കുടുങ്ങിപ്പോണ വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ചോയ്സ് ഇല്ല, എൻ്റെ റബ്ബ് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്കതിൽ ചോയ്സിന് ഇടമില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എട്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെ വെച്ച് ഈ കാര്യം ചെയ്യുന്നുവോ ആ സ്ഥലം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടേതായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഇടമായി മാറും. നമ്മളെല്ലാവരും പഠിച്ചതാണ് സൂറത്തു സൽസലയിൽ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഇത് നാളെ പരലോക കോടതിയിൽ റബ്ബിൻ്റെ അടുക്കൽ വരും. ഒമ്പതാമത്തെ കാര്യം, തദക്കുറുൽ മലായിക്ക. നിന്റെ കൂടെ നിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഒപ്പിയെടുക്കുന്ന മലായിക്കത്തുകളുണ്ട്. അതവിടെ രേഖയാണ്. നമ്മൾ കണ്ടതും നമ്മൾ ഷെയർ ചെയ്തതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രസിച്ചതൊക്കെ ഒരു വേള ആരും കാണാതിരിക്കാൻ എനിക്കെൻ്റെ സ്മാർട്ട് ഫോണുകളിൽ സംവിധാനങ്ങളുണ്ട്. എനിക്കെൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാം.
പക്ഷേ അത് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് മലായിക്കത്തുകളുടെ ലിസ്റ്റിൽ നിന്നത് ഡിലീറ്റ് ആവില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്തു. അതെന്തിനാ? പാപ്പ നോക്കലുണ്ടെങ്കിൽ, ജ്യേഷ്ഠൻ നോക്കലുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരെങ്കിലും എൻ്റെ ഫോൺ നോക്കുമ്പോൾ എൻ്റെ ഹിസ്റ്ററി തപ്പിയാൽ ഞാൻ എന്തൊക്കെ കണ്ടു എന്ന് അയാൾ കാണരുത്. പക്ഷേ അവിടെ മാത്രമേ ഡിലീറ്റ് ആയുള്ളൂ. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളുടെ കൂടെ എല്ലാം എഴുതുന്ന റെക്കോർഡ് ചെയ്യുന്ന മലക്കുകളുണ്ട്. അവിടെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക, വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക, FB നിന്ന് ഡിലീറ്റ് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ആ ഓർമ്മയുണ്ടാവണം. എൻ്റെ കൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. 10ാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ ഇത് ശക്തമായി വിലക്കിയിട്ടുള്ള ആയത്തുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കണം. അതാണ് നമ്മൾ പഠിച്ച കഴിഞ്ഞ ദർസിൽ തുടക്കത്തിലേ നമ്മൾ കേട്ട 4 ആയത്തുകളും അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ആവർത്തിക്കുന്നില്ല. 11ാമത്തത്, നമ്മുടെ ഈ അനാവശ്യമായ നോട്ടങ്ങളെ നിയന്ത്രിക്കുവാൻ ആവശ്യമുള്ളതിലേക്കല്ലാതെ അങ്ങാടിയിൽ ഇറങ്ങുമ്പോഴോ മറ്റിടങ്ങളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും ഇങ്ങനെ കണ്ണ് പാസിയിട്ട് അങ്ങനെ നടക്കണ്ട. നിനക്ക് ആവശ്യമുള്ളയിടത്ത് പോയിട്ട് അത് കഴിഞ്ഞിട്ട് നിൻ്റെ കാര്യം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് മുടങ്ങിക്കോ. എന്താ ഇസ്ലാമിൽ എന്ത് പറഞ്ഞത്? നിങ്ങൾ ആരുടെ കൂട്ടത്തിലാവരുത്? മാർക്കറ്റിലേക്ക് നേരത്തെ പോയിട്ട് അവസാനം വരുന്നവനാകരുത് എന്നാ. മാർക്കറ്റിലേക്ക് ആവശ്യം ഉണ്ടാവും, പോയിട്ട് ആവശ്യം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോരണം എന്നാ. അതേ അവസരത്തിലോ പള്ളി നിങ്ങൾ അതിന് നേരെ എതിരാണെന്നാണ് പറഞ്ഞത്. പള്ളിയിലേക്ക് നിങ്ങൾ നേരത്തെ പോയിട്ട് വൈകി പോരണം എന്ന്. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ് മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഭൂമിയിലെ പള്ളികളാണ് എന്ന് പറഞ്ഞ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്കത് കാണാൻ സാധിക്കും. 12ാമത്തെ പ്രധാനപ്പെട്ട വഴിയായിട്ട് പറഞ്ഞതെന്താണ്? വേഗം വിവാഹം കഴിക്കണം. ഇസ്ലാം പറഞ്ഞ പരിഹാരമാണ്. വിവാഹപ്രായം എത്തിയവരോട് ഇസ്ലാം പറഞ്ഞു എന്ത്? വിവാഹത്തിന് സാധ്യതയുള്ള സാധിക്കുന്ന ആളുകളോട് പറഞ്ഞു ഫല്യതസവ്വജ്. എന്നിട്ട് അതിൻ്റെ കാരണം പറഞ്ഞതെന്താ? ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാണ്. 13ാമത്തെ എന്താണ്? നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞത്. നോമ്പെടുക്കണം. നോമ്പെടുക്കുന്നതിലൂടെ എന്താ പറഞ്ഞത്? അതിനും കയ്യിലേക്ക് നോമ്പെടുക്കണം. നോമ്പെടുക്കുന്നതിലൂടെ മനുഷ്യൻ, ഇത് നല്ലോണം സാധാരണ പറയും, വറ്റു ഇറച്ചിയൊക്കെ ഉള്ളു കുത്തിയിട്ടുള്ള കളിയാണോ കളിക്കണത് എന്ന് പറയും മനുഷ്യൻ തമ്മാടിത്തം ചെയ്യുമ്പോൾ. തിന്നിട്ട് എല്ലുമ്മ കുത്തുകയാണ് എന്ന്. ഇസ്ലാം എന്താ പറഞ്ഞത്? പട്ടിണി അടക്കുകയെന്ന്. പട്ടിണി അടക്കുമ്പോൾ നിൻ്റെ വൈകാരികതകളെ കുറേയൊക്കെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പെണ്ണിട്ടാൻ പറ്റൂല, കഴിയണില്ല, സാധ്യതകളില്ല, എന്നാൽ നോമ്പെടുക്കുക എന്നാണ് പറഞ്ഞത്. 14ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കണിശമായി നിർബന്ധമായി നിർവഹിക്കാൻ പറഞ്ഞ നിസ്കാരം അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നീ നിർവഹിക്കുക. എന്താ കാരണം? ഇന്ന സ്വലാത്ത, തീർച്ചയായും നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഞാൻ ഇപ്പം നിസ്കരിച്ചു പോന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പം എൻ്റെ റബ്ബിനോട് എന്താ പറഞ്ഞ്? അള്ളാഹ് നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ കാണൂല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല, പിന്നെ ഇപ്പം ഞാനെങ്ങനെ നോക്കുക? അപ്പോൾ നിസ്കാരം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ചീത്തകളില്ലെന്ന്, തിന്മകളില്ലെന്ന് നമ്മെ അത് തടയും. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. 15ാമത്തെ കാര്യം നമ്മൾ ഓർക്കണം, ദുന്യാവിലെ ഏത് കാഴ്ചകൾ കണ്ടാലും, എത്ര വലിയ വേൾഡ് സുന്ദരിപ്പട്ടം കിട്ടിയവളാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇത് കണ്ടാൽ, ഇത് നോക്കി രസിച്ചാൽ എനിക്ക് നാളെ പരലോകത്ത് എൻ്റെ റബ്ബ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ ഒരുപാട് വർണ്ണനകളിലൂടെ വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയാരാമത്തിൽ ലഭ്യമാകുമെന്ന് പറഞ്ഞിട്ടുള്ള അവരെ നമുക്ക് നഷ്ടപ്പെടും. അവരെ അപേക്ഷിച്ച് ഇവരൊക്കെ ആരാണ്? ഹദീസുകളിൽ കാണാം സ്വർഗീയമായ ഒരു സ്ത്രീ ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ മതി, ഈ ഭൂമി മുഴുവനും അതിൻ്റെ പരിമളവും പ്രകാശവും പരക്കുക തന്നെ ചെയ്യും. സ്വർഗീയ സ്ത്രീയുടെ തലയിലെ ഒരു ഉത്തരീയം, ഒരു തട്ടം, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും സൗന്ദര്യമുള്ളതാണ്. അവിടേക്ക് ഏതായാലും ഇവിടുത്തെ ഒരു ഒന്നും എത്തുമല്ലോ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്ത് കാഴ്ച കണ്ടാലും എത്തുമോ? അതെനിക്ക് അവിടെ നഷ്ടപ്പെടും. ഒരു സെക്കൻഡ് ഇവിടെ നോക്കിയാൽ ശാശ്വതമായി കിട്ടാനുള്ള അത് പോകും എന്ന് മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആരായിരുന്നാലും ഇവിടെ കാണുന്നതൊക്കെ അവർക്കൊക്കെ പോരായ്മകളുണ്ട്, ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റേതായ കുറേ മിനിപ്പും മേക്കപ്പും മറ്റ് കാര്യങ്ങളും കൊണ്ടൊക്കെ ഇത് അലങ്കരിച്ച് നടക്കുകയാണ്. നിൻ്റെ മനസ്സിലുണ്ടാകണം എന്ത്? ഇതൊക്കെ പോരായ്മകളുള്ളതാണ്. പോരായ്മകളില്ലാത്തതാണ് നാളെ മഹ്ശറിൽ അള്ളാഹു വിശ്വാസികൾക്ക്, ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതൊട്ട് കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞ മാനസിക സങ്കടം കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. ഇതൊട്ട് കിട്ടൂല, പരലോകത്തുള്ളത് പോവുകയും ചെയ്യും. അത് മനസ്സിൽ പോകണം.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കി തീർക്കുന്ന ഈ ഒരു ടെൻഷന് ഇത് നിമിത്തമാകും. അത് നമ്മെ നശിപ്പിക്കും, നമ്മെ ഏറ്റവും വലിയ സങ്കടക്കടലിലേക്ക് അത് എത്തിക്കും. നമ്മുടെ രാജ്യത്ത് ഇന്നും ലൈല മജ്നൂനിൻ്റെ ചരിത്രം ഈ സൂഫികളൊക്കെ പാടി നടക്കുന്നുണ്ട്. സൂഫികളൊക്കെ പാട്ടിലുള്ള പ്രമേയം എന്താണ്? ഇഷ്കാണ്. എന്തേ ലൈലയെ തേടി കൈസ് മരുഭൂമിയിലൂടെ അലഞ്ഞ ചരിത്രമാണ് അവർ പറയുന്നത്. ഞാൻ കുറേ തേറി അങ്ങനെ അതാണ് ഒറ്റവും പാടിയത്. ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് അയച്ച്, ഭ്രാന്തായാൽ എന്ത് സുഖം. ഓൻ പറയുന്ന ഭ്രാന്ത് എന്താണെന്നറിയോ? ലൈലനെ കിട്ടാതെ കൈസ് മരുഭൂമിയിലൂടെ അലഞ്ഞിട്ടവന് ഭ്രാന്ത് പിടിച്ചു. എന്നിട്ട് അതിന് പറയുന്നത് എന്താണ്? ഇത് കേൾക്കണോ സൂഫിയും മറ്റുള്ളവനൊക്കെ അവൻ്റെ മനസ്സിൽ ഈ പ്രണയ. എന്നിട്ട് ഇപ്പം പറയണത് എന്താ? ഞങ്ങൾ അള്ളാനെ ഈ സ്ഥാനത്ത് നിർത്തുന്നത്. അപ്പം അള്ളാനോടുള്ള ഇഷ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കുമ്പോഴൊക്കെ നല്ല സുഖാന്നാണ് പറഞ്ഞത്. അവരാണല്ലോ അത് പാടുന്നവനും അത് പ്രചരിപ്പിക്കുന്നവനും അത് ഷെയർ ചെയ്യുന്നവനും അവിടെ കൂടിയിരിക്കുന്നവനെയൊക്കെ കണ്ടാൽ മനസ്സിലാവും ഓൻ്റെ മനസ്സിലുള്ള ലൈല ഏതാണ്, അവൻ്റെ മനസ്സിലുള്ള മജ്നൂൻ ഏതാണ്, അവൻ്റെ മനസ്സിലുള്ള കൈസ ഏതാണ്. ഇതൊരു രോഗമാണ്. ഇഷ്കിൻ്റെ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. അതാ കൈസ് അങ്ങനെ മരുഭൂമിയിലൂടെ പ്രാന്തനായി നടന്നു ലൈലനെ തെരഞ്ഞിട്ട്. എവിടെ പോയി എൻ്റെ ലൈല എന്ന് പറഞ്ഞു. ലൈലുള്ള വഴി, ലൈല നടന്നു പോയ വഴി മതി എനിക്ക് എന്നാണ് പറഞ്ഞത്. ലൈല എന്നോ താമസിച്ചു പോയ ചുമരുമ്പ് പോയിട്ട് അവൻ ചുംബിക്കും. അവൾ ഇവിടുന്ന് പോയിട്ട് കൊല്ലം കുറേയായി, എന്നാലും എൻ്റെ ലൈലുള്ള റൂമായിരുന്നത് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ചുംബിച്ച് നടക്കും. തനിച്ച പിരാന്ത്. ഇത് മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കും വലിയൊരു രോഗമാണ്. ആ രോഗമാണെന്ന് പ്രണയമാണ്, സ്നേഹമാണ് പ്രവാചകൻ എന്നൊക്കെതാ ഇപ്പതാ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാവി സൂഫികളുടെ ഒരു കേന്ദ്രം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാവി സൂഫികൾ, ഉത്തരേന്ത്യയിൽ മാത്രം നമുക്ക് പരിചയമുള്ള കാവി സൂഫികൾ. അവരെന്താ പറയണമെന്നറിയോ? പ്രവാചകൻ ഇവിടെ മതത്തിൻ്റെ ആളൊന്നും ആയിരുന്നില്ല, അജ്മീർ ഖാജ മതം പഠിപ്പിച്ചിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു മതം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരൊക്കെ പഠിപ്പിച്ചതെന്താണ്? പ്രണയം, സ്നേഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാർമോണിയവും മൃദംഗവും തബലയും ഒക്കെ ഞങ്ങളടിക്കും. തബലയും ഹാർമോണിയവും കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട് എന്നാണ് സൂഫികളുടെ കിതാബിൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെ നാടിൽ നിന്ന് അവിടെ എത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ എതിർക്കുന്നവൻ ഇന്ന് സമൂഹത്തിൽ ബാഡ് മുസ്ലിമാണ്. ഇതൊക്കെ അംഗീകരിക്കുന്നവനെയാണെന്ന് സമൂഹം ഗുഡ് മുസ്ലിം എന്ന പേര് കൊടുക്കുന്നത്. പണ്ടൊക്കെ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരുന്നു അറിയോ? ബോംബുണ്ടാക്കുന്ന, അതുപോലെ തന്നെ ആ നിലക്ക് നാട്ടിൽ കലാപുണ്ടാക്കുന്നവനായിരുന്നു ബാഡ് മുസ്ലിം എന്നറിയും. ഇന്ന് ബാഡ് മുസ്ലിം ആരാന്നറിയോ? നിങ്ങൾ താടി വളർത്തിയാൽ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുത്താൽ, 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ, ഇസ്ലാമിൻ്റെ ചിട്ടകൾ പാലിച്ചാൽ നിങ്ങൾ ബാഡാണ്. ആ ഒരു ലോകത്തേക്ക് എത്തി. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവസാനമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള രണ്ട് കാരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ ഖൗഫ് മിൻ സൂഇൽ ഖാത്തിമ, മരണം മോശമാകും, മരണം വളരെ മോശമായിരിക്കും. ഇത്തരത്തിലുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിനോട് നമ്മൾ നല്ല മരണത്തെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം നല്ലവരോടൊപ്പം സഹവസിക്കുക എന്നുള്ളതാണ്. നല്ലവരായ ആളുകളുടെ മാത്രം ഗ്യാങ്ങിൽ നമ്മൾ പെടണം. ചീത്തയായ കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നമ്മൾ ഇത്തരത്തിലുള്ള തെമ്മാടി കൂട്ടങ്ങളിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. കുറേ കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞതാണ്. നമുക്ക് ലഭിക്കുന്ന ഫായിദകളും അതിന് സഹായകരമായ കാര്യങ്ങളുമാണ് നമ്മൾ എണ്ണിപ്പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളിലേക്ക് നമ്മുടെ അടുത്ത അവസരത്തിൽ നീങ്ങുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമു നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.